വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ഹെയർ കേൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതും സോക്സ് യൂസ് ചെയ്തിട്ടാണ് കേൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് രണ്ട് ടിക് ടിക് സ്ലൈഡ് വേണം, പിന്നെ ബണ്ണ് വേണം. ഞാൻ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. വലുതായി പോയതാണ്, വേറെ ഒന്നും കണ്ടില്ല. പിന്നെ 2 ബണ്ണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 വലിയ സോക്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നമ്മൾ 2 സെക്ഷൻ ആക്കുക. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ വകുപ്പ് എടുക്കുന്നത്, അപ്പോൾ അങ്ങനെ എടുത്തിട്ട് 2 സെക്ഷൻ ആക്കുക. നല്ലപോലെ ചീകി ഈ ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹെയറിൽ വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യണം. ഞാൻ അത് ചെയ്തിട്ടില്ല, പക്ഷെ അത് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്, എന്തിനാണ് വെള്ളം സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഒരു സോക്സ് എടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്ലൈഡ് വയ്ക്കുക. അതിനുശേഷം ഒരു കയ്യിൽ സോക്സ് ഇങ്ങനെ എടുത്തിട്ട് വേറൊരു കൈയ്യിൽ, ഞാൻ ഇപ്പോൾ ഇത് കേൾ ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ എനിക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സൗകര്യത്തിനാണ് ഞാനിത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു സെക്ഷൻ ഹെയർ എടുത്തിട്ട് ഞാൻ അതിലോട്ട് ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കും. ഒരു കേൾ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കും. അതിനുശേഷം വീണ്ടും അടുത്ത സെക്ഷൻ ഹെയർ എടുത്തിട്ട് അടുത്ത് വീണ്ടും അതേപോലെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹെയർ തീരണ വരെ, അതായത് ഹെയറിൻ്റെ ലെങ്ത് തീരണ വരെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഇതേ മെത്തേഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ലാസ്റ്റ് ഹെയറിൻ്റെ ലെങ്ത് എത്തണ വരെ നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതായത് പുതിയ സെക്ഷൻ എടുത്ത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യും, വീണ്ടും പുതിയ സെക്ഷൻ എടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, സോ എനിക്ക് സക്സസ് ആവോ ഇല്ലേന്ന് അറിയത്തില്ല. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അവർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർനൈറ്റാണ് ചെയ്തത്. രാത്രി അവർ കിടക്കുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് അഴിച്ചു കളയാണ് ചെയ്യണം. അപ്പോൾ നല്ല കേളായെന്നാണ് പറയുന്നത്. എൻ്റെ ഹെയർ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു ഹെയർ അല്ല. എൻ്റെ നോർമൽ ഹെയർ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ്. സാധാരണ കേളൊന്നും എൻ്റെ ഹെയറിൽ വർക്ക് ആവത്തില്ല. സോ ഇത് വർക്കാവോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എടുത്ത് ശേഷം താഴെ എത്തിയിട്ട് ഈ 2 സോക്സ് കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ കെട്ടും. ഞാൻ വീഡിയോയിൽ അങ്ങനെയാണ് ഒരു ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സിറം എന്തെങ്കിലും യൂസ് ചെയ്തതിനെ കുറച്ചുകൂടെ കൊള്ളായിരുന്നു എന്നും എനിക്ക് തോന്നി ആ സമയത്ത്. കാരണം എൻ്റെത് നല്ല ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അകത്തോട്ട് കയറ്റിയിട്ടാണ് ഞാനിതിങ്ങനെ കെട്ടി അതിനെ എൻ്റെ തുമ്പിലെത്തി. അപ്പോൾ ഞാനിങ്ങനെ കെട്ടിയിട്ട് ഈ സോക്സിനെ മുകളിലത്തെ ആ എൻഡ് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ അടുത്ത സൈഡും ചെയ്യേണ്ടത്. ഇതേ മെത്തേഡ് തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യേണ്ടത്. സോക്സ് എടുക്കുക, മുകളിൽ വയ്ക്കുക, എന്നിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ മുകളിലത്തെ സോക്സിൻ്റെ എൻഡും താഴത്തെ സോക്സിൻ്റെ എൻഡും കൂടി കൂട്ടി ചേർത്ത് വെച്ചാൽ നമുക്കിങ്ങനെ പൊങ്ങിയിരിക്കും. ഇങ്ങനെ ഇരിക്കും. പക്ഷെ എൻ്റെ കുറച്ച് ഇത്തി പൊങ്ങിയിരിപ്പുണ്ട്. ഇതേ കുറച്ചുകൂടി അകത്തോട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് തോന്നുന്നു നല്ല ഇത് ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ. നമ്മളിപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അത് അതേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുക്കുക, എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. റൂട്ടിലല്ല, ലെങ്തിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 2 സൈഡും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കിടക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന്. ഞാനപ്പോൾ ഒരു ഫേസ് പാക്ക് ഇടുകയാണ്. ഇത് ഞാൻ കേടും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഫേസിൽ ഇടുകയാണ്. ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കിടക്കും. പിന്നെ ഞാൻ ഹെയറിൽ വേറെ ഒരു പരിപാടിയും ഞാൻ ചെയ്തില്ല. അതേപോലെ തന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഹെയറിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാവിലെ എണീറ്റപ്പോൾ ഈ ഒരു കോലമാണ്. ഞാൻ മറിഞ്ഞും തിരിഞ്ഞും കിടക്കണോണ്ടാണ്
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡ് കുറച്ചൊന്ന് ലൂസായി അഴിഞ്ഞ പോലെ ആയി. എൻ്റെ ലെഫ്റ്റ് സൈഡ് നല്ലതായിട്ടിരുന്നു. ലെഫ്റ്റ് സൈഡ് നല്ല കേളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇത് അഴിച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല കേളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ചെയ്യണം. എൻ്റെ പോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഇല്ല കേളി ഹെയർ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇത് വർക്കിംഗ് ആണ്. സോ മസ്റ്റ് ട്രൈ ആണ്. അതാ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല കേളായി. ഞാൻ വാട്ടർ സ്പ്രേ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു റിസൾട്ട് കിട്ടിയേനെ. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടിയേനെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.